ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കിനുവ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഞാൻ കിനുവ എടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. ഇതിനകത്തൊക്കെ ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റിന് വേണ്ടി കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് ആയതിനു ശേഷം നമുക്കാണെങ്കിൽ ഒരു കടായിലേക്ക് ഇത് മാറ്റാം. ഏത് കപ്പിനാണ് നമ്മൾ എടുത്തേക്കുന്നത് വെച്ചാൽ ആ കപ്പിന് 2 കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് കിനുവയ്ക്ക് 2 കപ്പ് വെള്ളം. അങ്ങ് ആ കണക്കാണ് എടുത്തത്. നിങ്ങൾ കട്ടോരിയോ ഗ്ലാസ് എന്താ എടുക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി അത് ഉപ്പ് ഇട്ട് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് നമുക്ക് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു തള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിന് സമയം പിടിക്കും കേട്ടോ. നന്നായിട്ട് വെന്ത് ഇത് കുറച്ച് വേവ് എടുക്കാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പതുക്കെ നമ്മൾ വെച്ച് വേവിക്കണം. എന്നിട്ട് നമുക്കതൊരു അടച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ നേരം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ വേവാനൊക്കെ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് പാകത്തിനായി വരും. ഇനി നമുക്കാണെങ്കിൽ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിന് ശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തക്കാളി ഞാൻ ചോപ്പറിനകത്ത് തന്നെ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ വെജീസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നന്നായി ചെറുതായി ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസാണ് വേവിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ വേറെ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ മഷ്റൂമോ എന്താ നിങ്ങളുടെ വെജീസ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണേ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കിനുവ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം. ലാസ്റ്റ് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് സോട്ടേ ആയതിന് ശേഷം നമുക്ക് കിനുവ വേവിച്ച് വെച്ചേക്കുന്നില്ല അതും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലും കൂടെ വെതറാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ അത് ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് പിന്നീട് ലാസ്റ്റ് ഞാൻ സെർവ് ചെയ്യുന്ന സമയത്താണേ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ സ്റ്റേജിൽ ഇത് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നമ്മുടെ കിനുവ പുലാവ് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.